കഴിഞ്ഞ ദിവസം പേരോട് MIM സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് ഒരു കൂട്ടം സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. ഈ സ്കൂളിൻ്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ആ വിദ്യാർത്ഥി തന്നെയാണ് ഇപ്പോൾ വണ്ണിന്ത്യക്കൊപ്പം ചേരുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് സ്കൂളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ക്ലാസ്സിലേക്കായിരുന്നു എക്സാം ഹാളിലേക്ക്. അന്നേരം അവിടെ വന്നിട്ട് കുറച്ച് കുട്ടികൾ അവിടെ വന്നിട്ട് എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞ ഇടൂല. അന്നേരം പിന്നെ ഇടുന്ന എൻ്റെ കുറേ നമുക്ക് കഴിച്ചേരെ അവൻ്റെ മേത്ത് നിന്നായി എടുക്കുന്നു. അന്നേരം അവന് കഴുത്തിനെ പിടിച്ചിട്ട് ചുമരിനോട് ഉന്തിയിട്ട് തലേൻ്റെ ബേക്കെല്ലാം അടിക്കുന്ന അതിലേക്ക് ചുമരിലേക്ക് ഉന്തിയിട്ട് പറഞ്ഞ് ഇനി വലിയ കേസെല്ലാം കൊടുക്കുന്നില്ല, ഇതും അങ്ങ് കേസ് കൊടുത്തോ, പിന്നെ എനിക്കെന്തിനാ +1 പഠിക്കുന്നത്, എനിക്കെന്തിനാ ഈ താടിയെല്ലാം അങ്ങ് പഠിച്ചാളാ എന്നാ അന്നേരം പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞത് കേസ് കൊടുത്തോ, നീ വലിയ കേസ് കൊടുക്കുന്ന ആളാണ്, കേസ് കൊടുത്തോ എന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് മുമ്പ് നിങ്ങൾ ഇതേപോലെ മർദ്ദിച്ചിട്ടുണ്ട്? മുമ്പ് മർദ്ദിക്കുകയും ചെയ്തിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥത? തലേൻ്റെ അവിടെ എല്ലാം ഒരു വേദന എല്ലാം ഉണ്ട്. പഠിക്കാനൊക്കെ പഠിക്കാൻ കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല. തലയിൽ വേദനയാണ്? തലേൻ്റെ സൈഡിൽ നല്ല വേദന ഉണ്ട്. നല്ല രീതിയിലുള്ള അന്നേരം നല്ലൊരു മുയയെല്ലാം ഉണ്ടേനു. അതുകൊണ്ട് പിന്നെ 2 ദിവസം ഒരു ദിവസം ഹോസ്പിറ്റലിലുള്ള അഡ്മിറ്റ് ആയിട്ട് ഇപ്പോൾ പാടുന്ന വേദനയുണ്ട് തലേൻ്റെ സൈഡിൽ നിന്ന്. വേദനയുണ്ട്. സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ക്രൂരമായൊരു ആക്രമണമാണ് ഉണ്ടായിരുന്നത് അല്ലേ വിദ്യാർത്ഥികൾ? ശരിക്കും ഈ നമ്മുടെ ഈ ഇതിപ്പോൾ +1 അവസാന ഘട്ടത്തിലാണ്, കാരണം എക്സാം ഒക്കെ തുടങ്ങി. ഈ ബട്ടൺസ് ഇടാത്തതിനടി അല്ലെങ്കിൽ താടി വിൽക്കാനടി ആദ്യ ഘട്ടത്തിലൊക്കെ നമുക്ക് ബട്ടൺസിൻ്റെ ആദ്യം ഉണ്ടേനു, ആദ്യം മുതലേ ഉണ്ട്. ബട്ടൺസ് ഇട്ടിക്കില്ലേ പ്രശ്നം. അപ്പോൾ ഇത് ശരിക്കും പക വീട്ടുന്ന പോലെയാണ് നിങ്ങൾക്ക്? ഞാൻ ഓല് പറയുമ്പോൾ ഞാൻ ഇടയില്ല, ഇനി മുമ്പേ ഇടയില്ല. അതുകൊണ്ട് എൻ്റെ ഒക്കെ എന്തൊരു ദേഷ്യം പോലെയാണ്. പിന്നെ ഓല ഭാഗത്ത് ഭീഷണിയുണ്ട്, ഇങ്ങനെ ഇനി ഇതെല്ലാം കൊടുക്കുന്നില്ല, നിങ്ങളെന്നാവാന്ന് ചാക്കുങ്ങൾ നിങ്ങളെ കൊണ്ടുവന്നാക്കുവാനാക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഭീഷണി ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഭീഷണി ഉണ്ട്? അന്ന് ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയതാണ്. ഫോൺ വിളിക്കുന്നുണ്ട്? ഈ സ്കൂളിൽ നിന്നുള്ള മർദ്ദനമല്ലാതെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ്. ഈ സുഹൃത്തുക്കൾ തന്നെയാണ് നിങ്ങൾക്ക്? പരസ്പരം അറിയുന്നവർ തന്നെയാണ്? ഇല്ല, ഒരു പരിചയമില്ല. അറിയുന്നില്ല? സീനിയർ വിദ്യാർത്ഥികളെ അറിയുന്നില്ല? ഇല്ല. ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കയിലുള്ളത്. ഇപ്പോൾ ഇനിയും 3 എക്സാം ബാക്കിയുണ്ട്. ഇപ്പം ഞാനന്ന് ഈ 18-ാം തീയതി അടിച്ചതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. പരീക്ഷ ഹാളിലേക്ക് കയറും വന്ന് അടിക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. ഇപ്പം പുറത്തായാലും പറഞ്ഞേക്കുമ്പോൾ ഞങ്ങൾക്ക് പേടി തന്നെ. ഇനി ഇതിൻ്റെ ഭയമുണ്ട്. അതായത് പുറത്ത് പേടി നമ്മളിപ്പോൾ ഒറ്റക്ക് പറഞ്ഞേക്കില്ല. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞേക്കാൻ നമുക്ക് ഇപ്പം ഭയമുണ്ട്. ഇതിൽ ശക്തമായ നിയമ നടപടി ഇതാക്കിയിട്ട് ഇവനിക്കെന്നല്ല ഒരു കുട്ടിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല ഇനി അങ്ങോട്ട്. ഞാനതിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിലെ ഷഹബാസ് എന്നൊരു വിദ്യാർത്ഥി ഇതുപോലെ ക്രൂരമർദ്ദനത്തിനിടായി മരണപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം അത് കഴിഞ്ഞ് ആ ഒരു ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി വരുന്നത്. അത് അടുത്ത പ്രദേശം തന്നെയാണ്, മാതാപുരം താമരശ്ശേരി. വലിയ ദൂരത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ മക്കളെ തന്നെയാണ്. കഴിഞ്ഞ മാസം 15-ാം തീയതി ഇവനെ ക്യാൻറ്റീനിൽ വെച്ചിട്ട് അടിച്ചിട്ടുള്ളത് പരിക്കുണ്ട്, ചുവടിൻ്റെ ഇതെല്ലാം പൊട്ടിയിട്ടുള്ളത്. അതിൻ്റെ കേസായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഉണ്ടാക്കുന്നത് ഇന്ന് 18-ാം തീയതി ഈ മാസം 18-ന് വീണ്ടും ക്ലാസ്സിൻ്റെ അടുത്ത് വെച്ചിട്ടടിക്കുന്നത്. മുമ്പ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ ഈ പ്രാവശ്യം എക്സാമിന് ക്ലാസ്സിൽ കയറാൻ നോക്കുമ്പോഴാണ് ഈ പഠിച്ചത്. വളരെ നിസ്സാരമായ ഒരു കാര്യത്തിനാണ് ഇങ്ങനെ അവർ എന്ന് പറയുന്ന അതനുസരിച്ചിട്ട് അവിടെ പഠിക്കണമെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ളൊരു ഇതാണ് കാണുന്നത്. ബട്ടൺസ് ഇടണോ ചെരുപ്പിടാൻ നടക്കുമ്പോൾ അങ്ങനെ നടക്കേണ്ട ഒരു +1 താടി അവർ പാടില്ലെന്ന് പറഞ്ഞാൽ താടി പഠിക്കണോ. അവരെന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വീട്ടിലും പിന്നെ സ്കൂളിൽ പോയിട്ട് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭീഷണിയാണ്, അതിന് പിന്നെ അടിച്ചുകൊണ്ടിരിക്കും. ഒരു ടാർഗറ്റിട്ടുള്ള അടി തന്നെയാണ്. വിദ്യാർത്ഥി ഈ കുട്ടി പറഞ്ഞു ഈ ഫോണ് ഈ സ്കൂളിൽ നിന്ന് മാത്രമല്ല ഫോണിൽ വിളിച്ചിട്ട് ഒരു ഭീഷണി. അത് ഇതിന് മുമ്പേ ഞാൻ ഈ കംപ്ലൈൻ്റ് ആയിട്ട് പോയ സമയത്ത് ഈ ക്യാൻറ്റീൻ ഹോട്ടലിൽ നിന്നുള്ള അടിയില്ല. അതിനുശേഷം പിന്നെ കംപ്ലൈൻ്റ് ആയിട്ട് പോയതിനു ശേഷം ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേസ് കൊടുത്തിട്ട് എന്താക്കും എന്നെ, കേസും കൊണ്ടുപോയി അതിൽപ്പെട്ടൊരു കുട്ടി. ഇനി ഇങ്ങനെ ഇത്തരത്തിലിപ്പം വിദ്യാർത്ഥികൾക്കിടയിൽ സംഘർഷാവസ്ഥ കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് ഇവർ തമ്മിൽ അടി ഉണ്ടാകുന്നത്. സൗഹൃദം എന്നതിനപ്പുറം ഭയങ്കര ഒരു അടി, ശത്രുക്കളായി മാറുന്നൊരു സാഹചര്യം. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ
നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും ഒരു രക്ഷിതാവ് എന്ന നിലയിൽ? ഇതിനെങ്ങനെ നമുക്ക് 18-ാം തീയതി ഈ ആക്രമണത്തിന് ശേഷം ഇന്നലെ സ്കൂളിലൊരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ യോഗം വിളിച്ചിട്ട് ഈ പ്രതികളായിട്ടുള്ള ഒരു പേരൻസിനോടും പിന്നെ ഇരകളായ പേരൻസിനോടും എല്ലാവരോടും മാനേജ്മെൻ്റ് എല്ലാം കൂടിയിട്ട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചതാണ്. പക്ഷേങ്കിൽ അതിൽ ഈ പ്രതികളായിട്ടുള്ള ഭാഗത്തുള്ള ആൾക്കാർ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ 2 പേരാകെ വന്നിട്ടുള്ളൂ, ബാക്കി ആരും വന്നിട്ടില്ല. അപ്പം പ്രിൻസിപ്പൾ ചോദിച്ചതെന്ന് വെച്ചാൽ രക്ഷിതാക്കളും സഹകരിച്ചാലല്ലേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രിൻസിപ്പൾ ചോദിക്കുന്നത്. കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ്. അത് നമുക്കറിയില്ല എന്തെന്നാന്നുള്ളത്. പക്ഷേങ്കിൽ ഇതാണ് അവസ്ഥ. ഇതിപ്പം ശക്തമായ നിയമ നടപടിയിൽ കൂടി മാതൃകാപരമായ ഇത് കൊടുത്തിട്ട് തന്നെ നിർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഇതും നിൽക്കുന്നത് കാണുന്നത് നമ്മൾ.